ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. അപ്പോൾ അതാണ് സുവിശേഷം. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തിക്കോസ് വരുന്നത്. ആരും എന്നെ വിളിച്ചതല്ല, നിർബന്ധിച്ചതല്ല, സമ്മർദ്ദമൊന്നും ചെലുത്തിയതല്ല, അതുവിധം തരാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതൊന്നുമല്ല. അങ്ങനെയൊന്നും വരാറുമില്ല. ചിലർക്ക് നമ്മളെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണയുണ്ട് പെന്തിക്കോസുകാരെ പറ്റി. പണ്ടുണ്ട്, ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. പണ്ടൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്ന് ആൾക്കാരെ ഇവർ പെന്തിക്കോസിൽ കൂട്ടുക. അങ്ങനെയൊന്നും അല്ല. സ്തോത്രം. ഇത് ആരും മോഹന വാഗ്ദാനം ഒന്നും തന്ന് ഇതിനകത്ത് വിളിച്ചു വരുത്തിയതല്ല. പിതാവ് ആകർഷിക്കാതെ ആരും ഇതിനകത്ത് വരികയില്ല. പിന്നെ പണ്ട് പെന്തിക്കോസുകാരെ പറ്റി ഒരു പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു. ഇവര് കണ്ണടച്ച് ഫോട്ടോ എടുക്കും, എന്നിട്ട് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിൽ അയച്ചു കൊടുക്കും. അതും അത്ര യോജിക്കാനൊക്കത്തില്ല. കാരണം പ്രാർത്ഥിക്കാൻ പോലും ഒരെണ്ണം കണ്ണടയ്ക്കുന്നില്ല. ഇവിടെയും കർത്തദാസൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സ്റ്റേജിലോട്ട് നോക്കുന്നുണ്ട്, കണ്ണു തുറന്ന് കണ്ടോ. അപ്പം അതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം പറ, ഇങ്ങനെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. അതല്ല, ഇന്ന് രാത്രി ഒന്ന് മാറട്ടെ. യേശുവിൽ വിശ്വസിക്കാൻ ഏവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഈ മാർഗത്തിൽ ഞാൻ വന്നത് യേശു എന്നെ സൗഖ്യമാക്കി. സാക്ഷ്യങ്ങളെല്ലാം പറയുവാൻ സമയമെടുക്കുന്നില്ല. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സക ചെയ്തു. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് വേണ്ട വിധത്തിൽ യാതൊരു ആശ്വാസമോ വിടുതലോ ലഭിച്ചില്ല. ചുരുക്കി പറയാം, ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം. ദൂരെ നിന്ന് യോഗം ശ്രദ്ധിച്ചു. അസുഖത്തിൻ്റെ കാഠിന്യമുണ്ട്, ശാരീരിക വിഷമതകളുണ്ട്. അപ്പോൾ ദൂരെ മാറി നിന്ന് യോഗം ശ്രദ്ധിച്ചു. അപ്പോൾ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ യേശു ചിലപ്പോൾ സൗഖ്യമാക്കും. അങ്ങനെ അമാന്തിച്ചില്ല. ഒരു പയ്യൻ വന്ന പയ്യനോട് പറഞ്ഞു, അവൻ അവിടെ ചെന്ന് ചുമതലപ്പെട്ടവരോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് അവർ ക്ഷണിച്ചു. അറച്ചും മടിച്ചും ആണെങ്കിലും മുമ്പോട്ട് നടന്നു ചെന്നു. അന്ന് രാത്രി അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലർ എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ രാത്രി യേശു സൗഖ്യമാക്കി. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നിർത്തി അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് രാത്രിയും തിരുവചനവുമായി നിങ്ങളുടെ മുൻപ് നിൽപ്പാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇന്ന് രാത്രി ആരെങ്കിലും മാനസിക വ്യതകളോ മാനസിക പീഡകളോ രോഗപീഡകളോ മാറാരോഗമോ തീരാ ദുഃഖമോ അനുഭവിക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. യേശു നിങ്ങളെ വിടുവിക്കും. ഇന്ന് രാത്രി എന്നെ രക്ഷിച്ച ദൈവം, എന്നെ പോലെ അനേകരെ രക്ഷിച്ച ദൈവം ഈ രാത്രിയും ഇവിടെ വന്നിട്ടുണ്ട്. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് രക്ഷ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായി ഞാൻ ദുരിതമോടെ, ഇരുളിലായി ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ടൻ്റെ അരുമനാഥനെ. അൻപിതോ യേശുനായക തന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനെ. അൻപിതോ യേശുനായക തന്നിതോ നിൻ ജീവനെ. പാപിയാമൻ പാപമല്ല, പാപിയാമൻ പാപമല്ല, പോക്കി അൻപിൽ വീണ്ടുകൊള്ളാനിറങ്ങിയോ. അൻപിതോ യേശുനായക നിതോ ഏഴയ്ക്കായി നിൻ ജീവനെ. അൻപിതോ യേശുനായക
തോന്നിയതോ വേഴയ്ക്കായി നിൻ ജീവനേ. അതുകൊണ്ട് ഇന്ന് രാത്രി മരണത്തെ ഭയപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന, രോഗപീഠകളിൽ വലയുന്ന, മാറാരോഗത്തിൽ തീരാവ്യാധിയിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്, പതറരുത്, ചഞ്ചലിക്കരുത്. യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തു നിന്നെ വിടുവിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം ദൈവദാസന്മാർക്ക് അറിയാം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഇത് ഒരു വിഭാഗക്കാർക്കുള്ളതല്ല, സകല മനുഷ്യർക്കും. ഈ മനുഷ്യനാ ജാതിയല്ല ഒപ്പിച്ചു വെച്ചത്. സ്തോത്രം. കുരുക്കൊപ്പിച്ചേച്ച് പഴയ ആൾക്കാരും പോയി, ഒപ്പിച്ചു വെച്ചതാ. സ്മൃതി ഉണ്ടല്ലോ, മൊത്തം ഞാൻ പറയുന്നത് വല്ലാത്ത സ്മൃതിയാ. നാശമെല്ലാം ഒപ്പിച്ചേച്ച് പോയിരിക്കുക. സ്തോത്രം. ആഢ്യത്വമുള്ളവര്, ആഢ്യത്വം കുറഞ്ഞവര്, പിന്നെ അതിൻ്റെ കീഴെയുള്ളവര്, പിന്നെ താഴോട്ടങ്ങ് മൊത്തം ചണ്ടാളന്മാരാ. അടുക്കാൻ പോലും ഒക്കുകയല്ല, ഒപ്പിച്ചേച്ച് പോയതാ. അത് രാമായണത്തിൽ ഒരു പ്രയോഗമുണ്ട്, ബ്രാഹ്മണോഗം നരേന്ദ്രോഗമാദ്യോഗമെന്നിങ്ങനങ്ങാമ്രേടിതൻ കലർന്നിടും ജാതനേ. ഈ കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുന്ന ജയ്സനെ ഞാൻ അങ്ങനെ കഴിവിൻ്റെ പരമാവധി. അപ്പം ഞാൻ ഇന്ന് പുള്ളിയോട് പറഞ്ഞു കുഞ്ഞാടാ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു കുഞ്ഞാടല്ലേ വലിയാടാ എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ ഇങ്ങനെ പറയത്തില്ല, പറഞ്ഞാന്നല്ല കൊള്ളിച്ചേ. അപ്പം ശ്രദ്ധിക്കുക, ഇത് മനുഷ്യനൊപ്പിച്ച് വെച്ചതാ. ബ്രാഹ്മണോഗം നരേന്ദ്രോഗമാദ്യോഗമെന്നിങ്ങനങ്ങ് ആമ്രടിതം കലർന്നിടുന്ന ജാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും. അങ്ങനെ തന്നെ വേണം. അപ്പൊ ശ്രദ്ധിക്കുക, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര കുരുക്കൊപ്പിച്ച് വെച്ചാ പോയത് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണനാ ഈ ഭൂമി മുഴുവൻ, വിശേഷിച്ച് കേരളം. വേറെ ആർക്കും ജോടി കോടാലി എടുത്തെറിഞ്ഞ് ബ്രാഹ്മണർക്ക് കൊടുത്തെന്നാ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ താഴേക്കിടയിൽ കണ്ട് അവരെ നന്നായിട്ട് ഉപദ്രവിച്ച ഒരു കാലമുണ്ട്. പഴയ ആൾക്കാർക്ക് അതൊക്കെ പിടികിട്ടും. അവര് വഴി കൂടെ വരുമ്പോൾ ശബ്ദമുണ്ടാക്കും, ഹോയ് 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 എന്ന്. അന്നേരം അതിന് കീഴെയുള്ളവരൊക്കെ വഴി കൂടെ എങ്ങാനും നടക്കാൻ പോളയ്ക്കകത്ത് ആടുകോ കണ്ടത്തിനകത്ത് മുങ്ങിക്കിടന്നോണം, ഇല്ല നല്ല പെരുക്ക് മേടിക്കും. ഇപ്പം അങ്ങനെ എങ്ങാനും പെരുക്കാൻ വന്നാൽ കൊച്ചുങ്ങൾ നിന്നെ എടുത്ത് ഏറ്റും, പഴയ പെരുക്കാന്നും പറഞ്ഞ്. അപ്പൊ ഇത് പണ്ട് ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു. പട്ടിക്ക് വഴിയെ നടക്കാം, മനുഷ്യന് വഴിയെ നടക്കാൻ മേല. പേയുള്ള പട്ടിക്ക് വരെ മെയിൻ റോഡിൽ കൂടെ നടക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലാത്തൊരു കാലമുണ്ടായിരുന്നു. അയിത്തു ആമേൻ ഏതാ വല്ലാത്ത ദുഷ്കാലമാണ്. പ്രാന്താലയം എന്നൊക്കെ ചിലർ വിളിച്ചല്ലോ, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. വല്ലാത്തൊരു കാലം, അടിമകളുള്ള കാലം, അടിമ കച്ചവടം, അടിമ കമ്പോളം. സ്ത്രീകൾക്ക് മാറുമറക്കാൻ പറ്റത്തില്ല, ആഭരണം ധരിക്കുവാൻ അനുവദനീയമല്ല. അഥവാ വല്ലോ ആഭരണം ധരിച്ച കല്ലുകൊണ്ട് മാല ഉണ്ടാക്കണം. ലോഹങ്ങൾ കൊണ്ട് സ്വർണവും തങ്കവും വെള്ളിയൊക്കെ ഉള്ള ആഭരണം അതൊക്കെ വലിയ പുള്ളിക്കാർക്ക്. പിന്നെ പാവത്തങ്ങൾ ആഭരണം ധരിക്കാൻ പൂതിയിളക്കം വല്ലതും ഉണ്ടായാൽ കല്ലുകൊണ്ട് മാല ഉണ്ടാക്കണം. അവയവങ്ങൾക്ക് കരം കൊടുക്കുന്ന കാലം അറിയാമല്ലോ, ചരിത്രം പഠിക്കുന്നവർക്ക്. അവയവത്തിന് കരമെടുക്കാൻ ചെന്നപ്പോൾ ഒരു അമ്മ ആ അവയവം മുറിച്ച് നിലത്തിട്ടേച്ച് പറഞ്ഞു ഇതെടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അതുപോലെ പീഡിപ്പിക്കുക. ആ സ്ഥലത്തിന് ആ അവയവത്തിൻ്റെ പേരാ ഇപ്പോഴും ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ച് ഉഴുന്നൊരു കാലം. സായിപ്പ് വില്ലുവണ്ടിയെ പോയപ്പോൾ ഇങ്ങനെ നോക്കി, കണ്ടത്തിലൂടെ നോക്കിയപ്പോൾ ഒരു വശത്ത് മാട്, അപ്പുറ മനുഷ്യൻ. വണ്ടി നിർത്തി. സായിപ്പന്മാരുള്ള കാലമാണ്. സായിപ്പ് പറഞ്ഞ ആ കാളയടിപ്പുറം നിൽക്കുന്ന മനുഷ്യനെ ഇഞ്ഞ് വിളിച്ചു. കാള അവിടെ കണ്ടത്തി നിന്നോട്ടെ, മനുഷ്യനെ ഇഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. സായിപ്പ് അങ്ങനെ കൊണ്ടുവന്ന് ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ച്, സോപ്പൊക്കെ എടുത്ത് കുളിപ്പിച്ച്, ഭക്ഷണമൊക്കെ കൊടുത്ത്, സ്തോത്രം
അക്ഷരം പഠിപ്പിച്ചു. അപ്പം വിവരമുണ്ടായി. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. സായിപ്പ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയപ്പം മുതലാളി നോക്കി നിൽക്കുക, അങ്ങനെ ഉടയ്ക്ക വെടിവെച്ച് കളയും നിന്നെ സായിപ്പ്. സായിപ്പ് തോക്കുമായിട്ടാണ് നടക്കുന്നത്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അടിമക്കച്ചവടം, അയിത്തം, പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല, വിദ്യ അഭ്യസിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഇരുന്നപ്പോഴായി നേരണത്ത് നമ്മുടെ ഒരു അപ്പച്ചൻ ഒരു പള്ളിക്കൂടം തുടങ്ങി. ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ചരിത്രം പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിൻ്റെ മഹത്വം. പള്ളിക്കൂടത്തിൽ ഒരു പെൺകുട്ടി കയറ്റിയതിന് പള്ളിക്കൂടം തീ വെച്ച് കളഞ്ഞു. കുമ്പനാടിനടുത്ത് ഉണർവുണ്ടായ സ്ഥലമാണ്. കുമ്പനാടിനടുത്ത് പഴയ ഉണർവ് നടന്ന സ്ഥലമാണ്, പൂവത്തൂർ ഉണർവ്. അതിനടുത്ത് പുല്ലാട്ട് പള്ളിക്കൂടത്തിൽ ഒരാളെ കയറ്റിയതിന് ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. അദ്ദേഹത്തിൻ്റെ പഴയ പേര് തേവൻ എന്നാണ്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. പിന്നെ സരസകവി മൂലൂര് പത്മനാഭ പണിക്കരുടെ സമ്മർദ്ദത്താലും നിർബന്ധത്താലും ആ തേവൻ എന്ന് പറയുന്ന ആ പയ്യനെ സ്കൂളിൽ കൊണ്ടിരുത്തി വിദ്യ അഭ്യസിച്ചു. മൂലൂര് പത്മനാഭ പണിക്കര് അദ്ദേഹത്തെ ചേർത്ത് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ പഠിപ്പിച്ചു. അദ്ദേഹം പിന്നീട് പ്രസിദ്ധനായ ഒരു മാന്യ മനുഷ്യൻ, കേശവശാസ്ത്രി എന്ന് പറയും. പഴയ ആൾക്കാർക്ക്, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള വല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഈ കാലത്ത് അയിത്തവും അനാചാരങ്ങളും കൊടികുത്തി വാടുന്ന സമയമാണ്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, പല വിധത്തിൽ കരം കൊടുക്കണം. വലിയ പുള്ളിക്കാർക്ക് കരം ഒന്നും കൊടുക്കണ്ട, അല്ലാത്തവരെല്ലാത്തിനും വിവാഹത്തിന് വരെ കരം കൊടുക്കണം. പന്തലിട്ട് അതിന് കരം കൊടുക്കണം. എല്ലാത്തിനും കരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലം. ഈ കാലത്തെ നോക്കിക്കൊണ്ട് ആശാൻ, എൻ കുമാരൻ ആശാൻ ആശയ ഗംഭീരമാണ്. അദ്ദേഹത്തിൻ്റെ പദങ്ങളും കവിതകളുമൊക്കെ ആമേൻ ഹൃദയത്തിനകത്ത് തുളച്ചു കയറുന്നതാണ്. അദ്ദേഹം ഈ കാലമെല്ലാം കണ്ടുകൊണ്ട് ഒരു മലബാർ ലഹളയെല്ലാം കൂടെ കണക്കിലെടുത്ത് ഒരു പുസ്തകം എഴുതി, കവിത എഴുതി, ദുരവസ്ഥ. ഈ അവസ്ഥയെല്ലാം കണ്ടെഴുതിയ ദുരവസ്ഥ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒന്നിച്ച് ആഹാരം കഴിക്കുകയല്ല. പഴയ ആൾക്കാർക്കറിയാം, എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കൊടുക്കുകയല്ല. സാധുക്കളാകുന്ന, അധകൃതനാകുന്ന, അധസ്ഥിതനാകുന്ന ആൾക്കാർക്ക് തമ്പുരാക്കന്മാരുടെയൊക്കെ വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല, മുറ്റത്ത് കയറാനൊക്കുകയല്ല. ഇനി അഥവാ വല്ല സമയത്തും ചെന്നാൽ ആ മുറ്റത്തോട്ടൊന്നും അടുപ്പിക്കല്ല, മുറ്റത്തിന് ദൂരെ കുഴി കുത്തി ഇല കോട്ടി അതിനകത്ത് വെച്ച് കഞ്ഞിയൊക്കെ കൊടുക്കും. ഒന്നിച്ച് കഴിക്കത്തില്ല. അയിത്തമാണ്. ഈ അയിത്തം മാറ്റാൻ വേണ്ടി ചരിത്രം പഠിക്കുന്നവർക്ക് മുണ്ടക്കയത്ത് ബേക്കർ സാഹിബ് ഒരു മിശ്രഭോജനം നടത്തി. അത് ചരിത്രം പഠിക്കുന്നവർക്ക് മിശ്രഭോജനം. ഏതാണ്ട് 250 പേരോളം അതിൽ കൂടി, പിന്നെ വേറെ പ്രധാനപ്പെട്ട 250 പേരും വേറെ ധാരാളം ആൾക്കാർ കൂടി മിശ്രഭോജനം. അതിനെപ്പറ്റി ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ ദുസ്ഥിതിക്കെല്ലാം പരിഹാരം വന്നതും വരുത്തിയതും ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. നേരും ചൊവ്വിന് തുണി ഉടുക്കാൻ പഠിപ്പിച്ചതും തുണി ഉടുത്തോണ്ട് തെരുവുകളിൽ കൂടി റോഡിൽ കൂടി നടക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒന്നിച്ച് ഒരു പന്തിക്കിരിക്കുവാനും യാത്ര ചെയ്യുവാനും ഒക്കെ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. അതിന് ഇങ്ങനൊന്നും അല്ല സ്തോത്രം പറയേണ്ടത്. വേണ്ട, ഇത്രയും ഒപ്പിച്ചല്ലോ ചന്തയ്ക്ക്, വലിയ കാര്യം. സുവിശേഷം എവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. മാടോട് ചേർത്ത് മനുഷ്യനെ ഇണക്കി പൂട്ടുന്നു. ആമേൻ. സ്കൂളിൽ കയറ്റുന്നില്ല. ആമേൻ. അയിത്തം കൊടികൊത്തി വാടുന്നു. ഇതിനെല്ലാം പരിഹാരം വന്നത് ആമേൻ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഉയർത്തപ്പെടേണ്ടത് സുവിശേഷമാണ്. സ്തോത്രം. ഞാൻ പറയാനുണ്ട്, എട്ടും പൊട്ടും അറിയാത്ത നമ്മുടെ അമ്മമാരൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് കേട്ടിട്ടില്ലേ? സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത തങ്ക ഗ്ലോറി ഉണ്ടോ? പള്ളിക്കൂടത്തിൽ പോലും തങ്കമ്മ പോയിട്ടില്ല. എന്നാൽ യോഗം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പം ഉറി. അത് സുവിശേഷം വന്നത് കൊണ്ടാണ്.
അന്നേരം തങ്ക ഗ്ലോറി പറഞ്ഞപ്പോൾ ചിന്ന അപ്പുറമായിരുന്നു ജീസസ്. സുവിശേഷം വന്നത് കൊണ്ടാണ്. അന്നേരം അപ്പുറമായിരുന്നു മേരി വിക്ടറി. മേരിയോട് പറയാം, മേരി എന്നാണെങ്കിൽ എഴുതി തരാൻ പറഞ്ഞാൽ ഒന്നും എനിക്കറിയാൻ മേലെന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നതാ. എൻ്റെ കാര്യം കൊണ്ട് എടുത്തു. സ്തോത്രം. സുവിശേഷം വന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ ഒത്തത്. അല്ലെങ്കിൽ എൻ്റെ അപ്പന് കല്ലുഷാപ്പിലെ ജോലിയായിരുന്നു. ഒന്നെങ്കിൽ ആ ജോലിക്ക് ഞാൻ പോകും കണിശമായിട്ടും, കാരണം യൂണിയൻ തൊഴിലാളി ആയതുകൊണ്ട് അപ്പൻ്റെ ജോലി കിട്ടും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടനാട്ടുകാർക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പിടികിട്ടും. എല്ലാ കട്ട കുത്താനോ മീൻ പിടിക്കാനോ വിദ്യാഭ്യാസം ഇല്ലെന്ന് സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലേ. സ്തോത്രം. ഇതിനൊക്കെ കൊള്ളുകൊള്ളായിരുന്നു. പക്ഷേ ഈ സുവിശേഷം വന്നതുകൊണ്ടാണ് മാന്യരായ ബഹുമാന്യരായ, എൻ്റെ ഭാഷയിൽ പറയാം, നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അന്തസ്സുള്ള ആഭിജാത്യമുള്ള വിദ്യാനിപുണരായ നിങ്ങളുടെ നടുവിൽ നിന്ന് കൊത്തയാന്നേലും ഇത് ഉയർത്തി 10 കാര്യം പറയുവാനിടയാക്കിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷത്തെ സ്നേഹിച്ചാൽ, സുവിശേഷത്തെ ഏറ്റെടുത്താൽ നിനക്കും നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ, നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എവിടെയും ഉയർത്താൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, സുവിശേഷം. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തെല്ലാം സുവിശേഷം പറഞ്ഞു. ഒറ്റ ഒരുത്തനെ നോക്കണ്ട, ഒരുത്തന്റെ മൂപ്പും ചോദിക്കണ്ട, നെഞ്ചും നെറ്റിയും കൊടുത്ത് നീ സുവിശേഷം അറിയിക്കണം. അദ്വൈതമൊന്നും അധികം പറയണ്ട, തിയോളജി എല്ലാം കൂടെ ഇറക്കണ്ട. ഇപ്പൊ കേട്ടിരിക്കാനൊന്നും ആൾക്കാർക്ക് നേരെ വില്ലുത്തലം പറഞ്ഞാൽ മതി. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ വിടുവിക്കും. ഇത് പറഞ്ഞാൽ മതി. ടൈം ആയെങ്കിൽ ഇവൻ അകത്ത് വന്നോളും. സ്തോത്രം. ഉണയും കൊതിയും പറഞ്ഞ് നടക്കാതെ യേശുവിനെ പറ്റി പറയാനായി പറഞ്ഞത്. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കാതെ വല്ലപ്പോഴും സുവിശേഷം, ആ തുണിയും കൂടെ കഴുകിച്ച് പോടി. അവൾ തുണി കഴുകി തീർന്നോ? ഇല്ല കൊച്ചമ്മ, ഇച്ചിരി കൊണ്ടുണ്ട്. അന്നേരം ഉള്ളിയും കൂടെ പൊളിച്ചേക്കണം. അവക്ക് വിടവ് കൊടുക്കുന്നില്ല. ഉള്ളി പൊളിച്ച് തീരാറായോടി? ഇപ്പം തീരും. അങ്ങനെ ആണെങ്കിൽ ആണ്ട ചുക്കലി എല്ലാം തൂക്കണം. കാശ് കൊടുക്കുന്നത് കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചോ, പക്ഷെ അതിലുപരി സുവിശേഷം അറിയിക്കണം. യേശുവിനെ ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുള്ളവർ അത് ഏറ്റെടുത്താൽ മതി. പക്ഷെ പറയേണ്ട കർത്തവ്യം നമ്മുടേതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നന്നായിട്ട് യേശുവിനെ പറ്റി പറയണം. പറയാൻ കൊള്ളാമെന്ന് യേശുവിനെ പറ്റിയുള്ളൂ. ബാക്കി പലരെ പറ്റി അധികം പറയാതിരിക്കുന്നതാ നല്ലത്. യേശുവിനെ പറ്റി പറ, ഒരു കുഴപ്പവുമില്ല. എല്ലായിടത്തും സുവിശേഷം അറിയിക്കണം. ചിലയിടത്ത് സുവിശേഷമൊക്കെ നമ്മൾ അറിയിക്കാൻ ചെല്ലുമ്പോൾ ചിലരുടെ ആ നോട്ടവും നിപ്പോ കണ്ട നമ്മൾ ഏതാണ്ട് മോട്ടിച്ചോണ്ട് പോയതുപോലെ, ചിലര് പൂഞ്ഞാൻ പോലായി വന്നിരിക്കുന്നത്. എന്നാലും നമ്മളെ കാണുമ്പോൾ മുണ്ടുമെല്ലാം മടക്കി കുത്തി. എനിക്ക് ഇത് കാണുമ്പം ഊറിയ ചിരി വരും. പിന്നെ ഞാൻ ചിരിക്കത്തില്ല, കാരണം അവൻ തേമ്പേച്ച് പോയ എന്നെ അടക്കം. ഞാഞ്ഞൂലാന്നേലും തേമ്പും. നമുക്ക് തിരിച്ചൊന്നും ചെയ്യാനും ഒക്കത്തില്ല. അതാണ് നമ്മുടെ പ്രമാണം. ഈ ബഹുമാനപ്പെട്ട കെ ജോസഫ് പാസ്റ്റർ ഞങ്ങളും എല്ലാം കൂടെ ടീം പ്രവർത്തനം നടത്തുമായിരുന്നു. ശാലേം ഇന്ത്യ ഹോസ്പിറ്റൽ ടീം. അദ്ദേഹം അതിൻ്റെ സെക്രട്ടറി. ബഹുമാനപ്പെട്ട CB ജോണച്ചാനായിരുന്നു രക്ഷാധികാരി. എന്നെ അതിൻ്റെ ഡയറക്ടറുമാക്കി. ഇപ്പം ഞങ്ങളിപ്പോൾ പിന്നെ ശുശ്രൂഷയോട് പല സ്ഥലങ്ങളിൽ പോയതുകൊണ്ട് അത് പിന്നീട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഒത്തില്ല. എങ്കിലും 10-15 കൊല്ലം നമ്മൾ പ്രവർത്തിച്ചു. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ അടിമാലിയിലെ ഒരു പരസ്യയോഗം നടത്തുക. അപ്പം വേങ്ങലെ വേവിച്ചനുമുണ്ട്. പാസ ലീഡ് ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാക്ഷ്യം പ്രസ്താവിച്ചു.
അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു, യേശു എന്നെ സൗഖ്യമാക്കി, ചികിത്സകൾ ചെയ്ത് ഭേദമൊന്നും വന്നില്ല, അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു, വിടുതലൊന്നും ലഭിച്ചില്ല എന്നൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പം ഒരുത്തനെ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഞാഞ്ഞൂല്ലേ മുണ്ടുമൊക്കെ മടക്കി കുത്തി ഞാൻ നിൽക്കുന്നുണ്ട് അതിലേക്കൂടെ ഇങ്ങനെ പോവുക. പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊന്ന് വരും, എന്നെയായി നോക്കുന്നത്. ഞാനും കാണുന്നുണ്ട്, അച്ഛനും എല്ലാം ഉണ്ട്. അപ്പം കുറച്ച് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഞങ്ങളുടെ ബേച്ചനായിട്ട് നിൽപ്പുണ്ട്. ബേച്ചനെ കൂടി ചോദിച്ചു ഇതിൻ്റെ ലീഡർ ആരായിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ബേച്ചനെ അറിയാവുന്നവർക്കറിയാം, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ ബേച്ചനോട് പറഞ്ഞു അവനോട് നിർത്താൻ പറയാൻ എന്നോട്. ഉടനെ ബേച്ചൻ പറഞ്ഞു അത് പുള്ളി പറഞ്ഞോളൂ നിർത്താൻ, പുള്ളിക്കറിയാൻ ടൈം എപ്പോഴാന്ന്. ബേച്ചനും കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചൊന്നുകൂടെ നടന്നേച്ച് പറഞ്ഞു വടിവാളിന് വെട്ടുവന്ന്. അവൻ ബേച്ചൻ പറഞ്ഞ് പെട്ടെന്ന് വെട്ടിക്കോ, ആരും ചോദിക്കാനില്ലെന്ന് പറഞ്ഞ്. പുള്ളിയെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ടിരിക്കുന്നതാ, ആരും ചോദിക്കാനില്ല. പിന്നെ അവനെ ഇച്ചിരി നേരം അവിടെ നിന്ന് നോക്കി. എന്തായാലും ദൈവകൃപയെ ശരണപ്പെട്ട് 2 വാക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് അച്ഛനാന്ന് വന്ന് പ്രസംഗിച്ചത്, ശുശ്രൂഷ ചെയ്ത് ഞങ്ങൾ യോഗമെല്ലാം നിർത്തി. കൃപയാൽ പിറ്റേന്ന് അവൻ്റെ വീടിൻ്റെ അവിടെ ഒരു യോഗം വെച്ചു. സ്തോത്രം. അപ്പം ചിലരുടെ ആ നോട്ടവും നിപ്പും നടപ്പും ഒക്കെ കണ്ടാൽ നമ്മൾ ഏതാണ്ട് മോട്ടിച്ചേച്ച് പോകുന്ന അപ്പം ഊറിയ ചിരിയും ആ പൊടിമീശ പിടിച്ച് ഒരു തിരി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഊറിയ ചിരി വരുന്നത് അവന് ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാൽ സ്തോത്രം. നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു വര അനങ്ങിയാൽ മതി, നീ അതോടെ ഇരിപ്പാകും. നമ്മൾ പറയും വലിയ കസർത്ത് കാണിക്കുന്നതിൻ്റെ വയറ്റിൽ കിടക്കുന്ന പീത്ത വര, നല്ല വര പോലും അല്ല, ആ പീത്ത കിടന്ന് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി, അതിനേ ഉള്ളു നീ. സ്തോത്രം. ഡംബോടുവാണീണും ധനാഢ്യർ സാധുക്കളായോരും ഡംബോട് വാണീടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അങ്കേ ഒരുപോലെ ലോകം, എല്ലാരും അങ്കേ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ എല്ലാരും അങ്കേ ഒരുപോലെ ലോകം, എല്ലാരും അങ്കേ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അതു മറക്കാതെ ആനന്ദമേറും ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ. ഇന്ന് രാത്രി മരണത്തിന്റെ തണുത്തകരം വന്ന് നിന്നെ തലോടി തപ്പുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമാ. അവൻ മനുഷ്യൻ 4 വിരൽ നീളമാ, അധികം ഞെളിയരുത്. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ. 5 പൈസ മുടക്കണ്ട, കാശ് യേശുവിന് കോഴിയൊന്നും കൊണ്ട് കൊടുക്കണ്ട, കോഴിയുടെ ആവശ്യമൊന്നും യേശുവിനില്ല. സ്തോത്രം. യേശുവിന് ആരും വസ്തുവും കൊണ്ട് കൊടുക്കണ്ട. കർത്താവ് നിനക്ക് 2 സെന്റ്, കാരണം പിന്നെ പുള്ളി യേശുവിന് വസ്തു ഒന്നും വേണ്ട. യേശുവിന് നിന്റെ മരവും വേണ്ട, വീടും വേണ്ട, വസ്തുവും വേണ്ട, ഭൗതിക വസ്തുക്കളും ഒരു കരി യേശുവിന് എന്താ? യേശുവിന് ഇതൊന്നും വേണ്ട. യേശുവിന് 2 താറാവും 2 കോഴിയും 2 ആടും. കാട്ടിലെ 1000 മൃഗങ്ങൾ ദൈവത്തിൻ്റെതാ. അന്നേരം നിന്റെ വെട്ടുവാദം വന്ന കന്നാലി ഒന്നും ദൈവത്തിന് വേണ്ട. സ്തോത്രം. കാട്ടുകോഴി ലക്ഷക്കണക്കിനാ കാട്ടുകോഴി. ഹൈ റേഞ്ചിലോട്ട് ചെല്ലും, മുഴുവൻ രാത്രിയിലൊക്കെ വണ്ടി പോകുമ്പോൾ കാട്ടുകോഴി ഓടുക. അന്നേരം നിന്റെ വസന്ത വന്ന 3 കോഴി. ഇതൊന്നും യേശുവിന് വേണ്ട. യേശുവിന് ഇതൊന്നുമല്ല ആവശ്യം, യേശുവിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി നിന്റെ ഹൃദയം കൊടുക്ക്, യേശുവെ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു ക്രിസ്തു രക്ഷിക്കും.
ദൈവത്തിന് മഹത്വം. അതിന് ദൈവം കൃപ നൽകട്ടെ. ഞാൻ സുവിശേഷത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചേ ഉള്ളൂ. സുവിശേഷം വന്നതുകൊണ്ടാണ് ഈ മട്ടും രീതികളെല്ലാം മാറിയത്. അതോർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവെടുത്താണല്ലോ. ശ്രദ്ധിക്കുക, വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാം. മറ്റ് 3 സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എഴുത്താണ് യോഹന്നാന്റെ സുവിശേഷം. എന്ന് പറഞ്ഞാൽ മറ്റ് 3 പേരും പറയാത്ത അനേക കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തന്നെ യോഹന്നാൻ പറയാത്ത ചില കാര്യങ്ങൾ മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, കർത്താവ് കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ച വിഷയം, കർത്താവിനെ മറിയ ഗർഭവതിയായതും യാത്ര ചെയ്തതും അവിടുത്തെ പ്രസവിച്ചതും കിടത്തിയ സ്ഥലവും തുടർന്നുള്ള പേര് ചാർത്തുന്ന വിഷയം, ഇതൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. അതൊക്കെ മത്തായി ലൂക്കോസും ഒക്കെ വിശദീകരിച്ചെഴുതി അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയം, അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റ് 3 സുവിശേഷകരും ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു ക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിച്ച വിഷയം. അപ്പോൾ യോഹന്നാൻ എഴുതാത്ത ചില കാര്യങ്ങൾ മറ്റ് ലൂക്കോസും മർക്കോസും മത്തായിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്താത്ത ചില വിഷയങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവദാസന്മാർക്കും വേദപുസ്തക പരിചയമുള്ള ദൈവമക്കൾക്കും അതെല്ലാം തിട്ടമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ചിലര് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. തെറ്റുന്നുണ്ടോ, ഒക്കുന്നുണ്ടോ, പോയിന്റ് വല്ലോ വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും അപാകതയുണ്ടോ? ചിലപ്പം എന്തെങ്കിലും അപാകത വരും. നിങ്ങൾ ക്ഷമിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കണമെന്ന് വീണ്ടും വീണ്ടും വിനീതമായിട്ട് അപേക്ഷിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റ് 3 പേരും പറയാത്ത ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 കാര്യം. ഒന്ന്, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അത് മറ്റ് 3 സുവിശേഷകന്മാർ പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ രാത്രി വന്ന നിക്കോദോമോസിനോട് യേശു സംഭാഷിച്ച ആ സംഭാഷണ പരമ്പര, വീണ്ടും ജനനം എന്ന വിഷയം, അത് മറ്റ് 3 സുവിശേഷകന്മാർ പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ യഹൂദന് നിഷിദ്ധമായ ശമരിയക്കാരുടെ അടുക്കൽ യേശു ചെന്നത്, യേശു ആ പട്ടണത്തിൽ കൂടെ ചെന്നതും ശമരിയയിൽ കയറിയതും ആ കിണറ്റിൻകര ഇരുന്നതും ആ സ്ത്രീ വെള്ളം കോരാൻ വന്നതും സംഭാഷിച്ച സംഭാഷണ പരമ്പരകളും വിഷയങ്ങളെല്ലാം മറ്റ് 3 സുവിശേഷകർ രേഖപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബഥാനിയിലെ ലാസർ മരിച്ചു, അടക്കി, 4-ാം ദിവസം നാറ്റം വെച്ചെങ്കിൽ യേശു ഉയർപ്പിച്ചു. ഈ വിഷയം മറ്റ് 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടത്, മറ്റ് 3 പേരും മീൻപിടുത്തത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ട വിഷയം വിശകലനം ചെയ്ത് എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷമായൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തുവാണ് ഏകദൈവം, യേശുക്രിസ്തുവാണ് സത്യദൈവം, യേശുക്രിസ്തുവാണ് നിത്യദൈവം, യേശുക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാ ദൈവം. അത് യോഹന്നാൻ തെളിയിച്ചിരിക്കുക. ഞാൻ എപ്പോഴും പറയും, ഈ ഭാഗമൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. അവൻ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ഒരു പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനായ ദൈവമാ. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന വാക്യം നമുക്കെല്ലാം മനപ്പാഠമാ. വിശേഷിച്ച് മരണവീടുകളിൽ ആ വാക്യങ്ങൾ ഉരുവിടുക പതിവ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, 50 വർഷമോ 100 വർഷമോ 1000 വർഷം പഴക്കമല്ല ദൈവത്തിന്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു നിത്യനാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അവൻ പുരാതനത്വമുള്ളവനാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അവൻ അനാദിയായും ശാശ്വതമായുള്ളവനാ. അവിടുന്ന് അൽഫയും ഒമേഗയുമാ. ഇന്ന് രാത്രി ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ സാക്ഷാൽ ദൈവമായ യേശു
യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും അവിടുത്തെ ഭജിക്കുന്നതുമാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. സുവിശേഷം ഇവിടെ വന്നിട്ട് അധികം നാളായില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആ സുവിശേഷത്തിന് പഴക്കമുണ്ട്. ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിന് മുമ്പ് സുവിശേഷം ക്രിസ്തുവാ. ആ ക്രിസ്തുവിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പ് ഈ കാണുന്ന കുന്നും മലയും പരിമലയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ യേശു ഉണ്ടായിരുന്നു. അല്ല, പരിമല ഉണ്ടായിക്കഴിഞ്ഞ യേശു. ചിലർ ഓർക്കുന്ന പരിമല ഉണ്ടായിക്കഴിഞ്ഞ യേശു പരിമലയും കൊരട്ടിമലയും ആനമലയും തോന്നിയാമല, പിന്നെ അല്ല പെരിയാറിൽ നിന്ന് പാലത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു മലയുണ്ടല്ലോ, വെള്ളിയാഴ്ച എല്ലാവരും അങ്ങോട്ട് പോകുന്നത്, മലയാറ്റൂർ മല. ഞങ്ങളവിടെ ഉണ്ട് പാമല. സകല മലയും അത്ര ഇപ്പൊ പറയുന്നുള്ളു. മല ഉണ്ടായിക്കഴിഞ്ഞുണ്ടായവനല്ല യേശു. മലയും പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ഇത് പറയുമ്പോൾ ഞാൻ 1-2 ശ്ലോകഭാഗം ചൊല്ലാറുണ്ട്. അത് എൻ്റെതല്ല, കുന്നംപുറത്ത് നിന്ന് സാർ എഴുതിയതാ. ഇടയാറമുള കുന്നംപുറത്ത് വീട്ടിലെ സാർ എഴുതിയതാ. അപ്പം ദൈവത്തിൻ്റെ പുരാതനത്വത്തെ പറ്റി അദ്ദേഹം കൊടുത്തിരിക്കുന്ന 1-2 പ്രയോഗം എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂടി ഇത് ചൊല്ലുന്നത്. ദൈവത്തെ പറ്റിയല്ലേ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്നത് യാതൊരു കാലത്തയാണതിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മകാൻ നീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഈ കാണുന്ന സകല ലോകങ്ങൾക്കും ആദികാരണം ദൈവമാ. മൈക്ക് വർക്ക് ചെയ്യുന്നവരുടെ മോനാണോ ചെയ്യുന്നത്? നന്നായിരിക്കുന്നുണ്ട് കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ. മോൻ രക്ഷിക്കപ്പെട്ടതാണോ? ഏസഭയിലാ കൂടുന്നത്? എവിടെയെങ്കിലും ആയിക്കോട്ടെ, രക്ഷിക്കപ്പെട്ടതാന്നേ, വെള്ളത്തിൽ മുമ്പ് സ്നാനപ്പെട്ടതാന്നേ, അഭിഷേകം പ്രാച്ചാന്നേ, ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് ചെയ്തു, നന്നായിരിക്കുന്നു. കാരണം ഇതെല്ലാം ഒപ്പിച്ചെന്നുവെച്ച് പുള്ളി നരകത്തിൽ പോകരുത്, അതിനായി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വീഡിയോ എടുക്കുന്ന രക്ഷിക്കപ്പെട്ടതാന്നേ. എന്ത് മോനെ എന്ത് ചെയ്യാ? കാണട്ടെ, ഞാൻ പാത്തിരിക്കുന്നു. കാരണം ഇതൊക്കെ ഇപ്പൊ ചോദിക്കണം. പാട്ട് പാടുന്നവരോട് ഇവിടെ ചോദിക്കണം. ഇപ്പം അന്നത്തെ ഗതിയതാ, മോൻ രക്ഷിക്കപ്പെട്ടാന്ന് ഈ പാട്ട് പാടുന്നെന്ന് ജമൽസനെ പിന്നെ അറിയാം. അല്ല, അങ്ങനത്തെ കാലമാണ്. ഇത് കോൺട്രാക്ട് ബേസ് കൊടുക്കുന്നതുകൊണ്ട് ആരൊക്കെയാ വരുന്നെന്ന് നമുക്കും അറിയത്തില്ല. അതുകൊണ്ട് ചോദിച്ചേ ഒക്കുള്ളൂ. കാരണം യോഗമെല്ലാം നടത്തി വെച്ച് ഈ പാടുകയും മൈക്ക് സെറ്റ് ചെയ്തവരെയും വീഡിയോ എടുത്തവരെല്ലാം കൂടെ നരകത്തിൽ പോകരുത്. അധികം വലിയ വെപ്രാളം ഒന്നും കാണിച്ചില്ല, എല്ലാവരും നിത്യതയെ കാണണം. അതിനാ യോഗം. ദൈവത്തിന് സ്തോത്രം. അപ്പം അതുകൊണ്ട് നന്നായിരിക്കുന്നു കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സാറ് കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഈ കാണുന്ന സകല ലോകങ്ങൾക്കും ആദികാരണം ദൈവമാണ്. ഹൈന്ദവ പുരാണമൊക്കെ പഠിപ്പിക്കുന്ന 14 ലോകമെന്ന ആയിക്കോട്ടെ, 14, 20, 24, 28 എത്ര ആയിക്കോട്ടെ. ഇനി അത് പറഞ്ഞൊരു ഉടക്കും സമ്മാദം നമുക്ക് വേണ്ട. 14, 24, 34 ആയിക്കോട്ടെ. പണ്ടൊരുത്തൻ കൽപ്പന പറയാൻ ചെന്ന് എത്ര കൽപ്പന ഉണ്ടെന്ന് അച്ഛൻ ചോദിച്ചു. കല്യാണം നടത്തി കൊടുക്കാം 10, 15, 25. അവന് കല്യാണം നടക്കണം. കൽപ്പന പറഞ്ഞാല് 25, 50. അച്ഛൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. പറയടാ കൃത്യം കൽപ്പന 100. അപ്പോ പഠിച്ചേച്ച് വന്ന് പിന്നെ കല്യാണം നടത്താം. ഇവൻ മേടെ ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ വേറൊരുത്തനും കയറി അങ്ങോട്ട് ചെല്ലുക. വന്നവൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു? ഞാൻ കൽപ്പന പറയാൻ പോവുക. എത്രയുണ്ട്? 10. 100 പറഞ്ഞേച്ച് അയാൾ ഏക്കാതെ ലോകായും എടുത്ത് കുത്തി അവിടെ മേളിൽ നിൽക്കുന്നത്. അതാ നീ 10 ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പറയാ, 14, 24, 34 ആയിക്കോട്ടെ, എനിക്കെതിരില്ല. സാറ് കൊടുത്ത പ്രയോഗം, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഹൈന്ദവ സ്നേഹിതന്മാർക്കറിയാം, അതലം, വിതലം, നിതലം, സുതലം, ഇങ്ങനെ പല ലോകങ്ങളാ. അത് എത്രയും ആയിക്കോട്ടെ, ആ സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദൻ ഇവൻ.
സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ആഗമാകാരന്മാരിലാതവൻ മോസസ് സർവാഗമ പൊരുളാകും ഈ പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ ഇലോകി ശദ്ധായിയു യലോകി അഠോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം ഇപ്പൊ ഞാൻ ചൊല്ലിയത് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറന്മാർക്കറിയാം. വിശേഷിച്ച് KK ജോസഫൊക്കെ പഠിപ്പിച്ചത് ഈ പാസ്റ്റർ അച്ഛനൊക്കെ നന്നായിട്ട് അറിയാം. ഏതാ ഇലോകി ശദ്ധായിയു യലോകി അഠോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകടിതമെന്നേ വേണ്ടു. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാചകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീശനെ മനുഷ്യരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. ഞാൻ 2 ശീലം ചൊല്ലുന്നത് അപ്പറയാ കണ്ണശ കവികള്, അതുകൊണ്ടാ. മനസ്സിലായല്ലോ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ നമ്മളെക്കാൾ കുറച്ചുകൂടെ ആ അറിവുള്ളവരാ. അല്ലായെങ്കിൽ അതീശനെ മനുഷ്യരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം മകത്തത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവമായ പൂർണ്ണാത്മാനം. അപ്പൊ അവിടെ വിവരിക്കുന്നില്ല. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാ. ഒന്നുകൂടെ ഊന്നിപ്പറകട്ടെ, ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ നിത്യദൈവമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ കർത്താവിനെ ആരാധിക്കുന്നതാണ്. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തോ ഭാഗ്യമുള്ളോ പ്രിയരെ, നാമെന്തോ ഭാഗ്യമുള്ളോ. നാഥന്റെ കാഴ്ചപാടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി നാഥന്റെ കാഴ്ചപാടും നാൾതോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരാൻ നാമെന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാമെന്തു ഭാഗ്യമുള്ളോ. അതെ, സമയത്തെ കൂടെ ഭയപ്പെടുന്നതുകൊണ്ട് എല്ലാം ചുരുക്കി അങ്ങ് പോകുകയാ. ദൈവത്തിന് മഹത്വം. വിട്ടപ്പോ എനിക്ക് എല്ലാരെയും കാണാം. നിങ്ങൾക്ക് കണ്ണ് ചിമ്മുന്നുണ്ടോ? കുഴപ്പമില്ല, അധികം നേരമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും അനുഗമിക്കുന്നതും അനുധാവനം ചെയ്യുന്നതുമാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ സഹപടന്മാരായ കർത്തൃദാസന്മാരോട് സ്നേഹത്തോടൊന്നുകൂടെ ഓർപ്പിക്കുക, ഈ മകനീയ ശുശ്രൂഷ ചെയ്യുന്നതായ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഓരോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ഭരിക്കുന്ന 1-2 ചിന്തകള് അതിലൊന്ന് പറയാം. ഒന്ന്, ഇത് വായിക്കും തോറും പഠിക്കും തോറും ധ്യാനിക്കും തോറും നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്കൊന്നും അറിയത്തില്ലെന്ന്. ക്ഷമാപണത്തോടെ ചോദിക്കുക, എനിക്ക് വേദപുസ്തകം ഒന്നും അറിയത്തില്ല. അദ്ദേഹം അതൊരു അതിശോക്തിയായിട്ടാണ് പറഞ്ഞത്, സ്നേഹിച്ചത് കൊണ്ട് പറഞ്ഞത്. എൻ്റെ അച്ഛൻ സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ മേല. ദൈവത്തിന് മഹത്വം. പിന്നെ എടുക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ മനപ്പാഠമെന്നല്ലാതെ എനിക്ക് വേദപുസ്തകം ഒന്നും അറിയത്തില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പോഴും ഓരോരുത്തർ പ്രസംഗിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് കണ്ണ് തള്ളുക. സ്തോത്രം. നമുക്കറിയത്തില്ല. എന്നാൽ ഇത് പഠിക്കും തോറും കേൾക്കും തോറും ഒരു കാര്യം മനസ്സിലാകും. ഒന്ന്, നമുക്കൊന്നും അറിയത്തില്ല. 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. യാതൊരു യോഗ്യതയും വിശേഷതയും യാതൊരു ക്വാളിറ്റി ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഈ മകനീയ ശുശ്രൂഷയ്ക്ക് ദൈവമാക്കി സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനം പറയുവാൻ ഭാഗ്യം തന്നു. അതാ ഏറ്റവും വലിയ ശ്രേഷ്ഠത. പിന്നെ ഞാൻ പറയാനുണ്ട്,
എന്നെ ഭരിക്കുന്നത് എൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട നമ്മളെക്കാൾ ജ്ഞാനമുള്ള, ശ്രേഷ്ഠതയുള്ള, സൗന്ദര്യമുള്ള, വിവേകമുള്ള, അറിവുള്ള, കഴിവുള്ള, തൻ്റെയിടമുള്ള, ശക്തിയുള്ള, ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണരുമാകുന്ന ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ പൊട്ടനും പോഷനും ജഗടനും ഒന്നും അറിയാൻ മേലാത്തവനും മെനക്കെട്ട് നടന്നവരും മെനക്കേട് കലസകളാകുന്ന, ജ്ഞാനമില്ലാത്ത, കഴിവില്ലാത്ത, അറിവില്ലാത്ത, സൗന്ദര്യമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, പോഷനാകുന്ന, പൊട്ടനാകുന്ന എന്നെയും എന്നെ പോലെയുള്ളവരെയും ഈ മകനീയ ശുശ്രൂഷയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളും ദൈവത്തെ സ്തുതിക്കണം. ആ പഴയ പാട്ടൊന്ന് പഠിക്കുക. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാക്കാനുള്ള രക്ഷ ദൂതരീകിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാക്കാനുള്ള രക്ഷ ദൂതരീകിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഓ ദൂതകരണ കാവലായി തന്നാനുദീനമെനിക്കവൻ. ദൂതകരണ കരമുയർത്തി ഹല്ലേലൂയ പാട്. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും കഴിവുള്ളവരും മികവുള്ളവരും ആമൻ എല്ലാം കൊണ്ടും ശ്രേഷ്ഠരാകുന്ന ദൂതന്മാർക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചില്ല. ഈ മകനീയ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കിയ ദൈവത്തിന് കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാനോ നല്ല അറിഞ്ഞു പിടിച്ച് സ്തോത്രം പറ. കോവൂര് കുഞ്ഞോളച്ചമ്മ പണ്ട് പറഞ്ഞ പോലെ തടിപ്പുറത്തെ വെടി പോലെ സ്തോത്രം പറ. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു, ദൈവം നിന്നെ രക്ഷിച്ചു. ഈ മാർഗത്ത് ദൈവം നിന്നെ കൊണ്ടുവന്ന് സന്തോഷത്തോടും നൃത്തത്തോടും ദൈവത്തെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ എടുത്ത ഭാഗത്തേക്ക് വരണമല്ലോ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്നു. അത് ഓടിച്ചു പോകാം. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം. നമ്മൾ 3-ന്റെ 14 വായിച്ചുകൊണ്ട് ഈ 3 അധ്യായത്തിൽ നിന്ന് 1-2 കാര്യം പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യം പറയാം. അപ്പോൾ 1-ാം അധ്യായവും 2-ഉം 3-ഉം 3 അധ്യായങ്ങളിലെ 1-ാം അധ്യായത്തിൽ യേശുവിനെ കണ്ടു. കണ്ടേച്ച് പോയാ പോരാ. 2-ാം അധ്യായത്തിൽ കല്യാണത്തിന് ക്ഷണിച്ചു. പലരും യേശുവിനെ കണ്ടേച്ചങ്ങ് പോകാം. കൊള്ളാം, നന്നായിരിക്കുന്നു. തലമുടി കൊള്ളാം, വെട്ടിയിട്ടൊക്കെ ഉണ്ട്. നിലയെങ്കിൽ നല്ല തുണിയാന്നാ തോന്നുന്നത്. ചിലർ യേശുവിനെ കണ്ടിരിക്കുന്നത് ഗാന്ധമെല്ലാം വെച്ച് ഇങ്ങനെ നിൽക്കുന്നതാ. എടാ പൊട്ട, അതല്ല യേശു. അതൊന്നും അല്ല യേശു. പട്ട് പറയാതെ ഇടിവെട്ടാതിരിക്കാൻ. അതിനാന്നോ ഈയോടി ഞങ്ങളുടെ ചങ്ങനാശ്ശേരി ആന്റണി സാറ് പണ്ട് പരസ്യോത്തിന് നമ്മളോട് ഇടിവെട്ടിക്കുന്ന ദൈവത്തിനാന്നോടാ നിന്റെ 2 വെടി. ഇടി വെട്ടുമ്പോൾ എല്ലാം പെരക്കാത്ത കട്ടിലടി കയറുക. അന്നേരാ നീ ഇവിടെ ഇരുന്ന് 2 വെടി ദൈവത്തിന്. ഇടിവെട്ടിക്കുന്ന ദൈവത്തിന് നിന്റെ വെടിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. കാരണം ശൗമേലിൻ്റെ 1-ാം പുസ്തകം 2-10 അങ്ങനെ അവൻ യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തുനിന്ന്. അമ്മ ആ വാക്യം ഒന്ന് വായിച്ചേ. 2-10 തോന്നുന്നു. ശൗമേലിൻ്റെ 1-ാം പുസ്തകം 2-10 വായിച്ചോ. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ഒന്നുകൂടെ വായിച്ചോ. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടി വെട്ടിക്കുന്നു. അപ്പൊ പുള്ളി മേലെ ഇടി വെട്ടിക്കുന്നതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോരുത്തരും യേശുവിനെ കാണും. യേശു എല്ലാവരെയും കാണുന്നുണ്ട്. ചിലരെ പ്രത്യേകമായിട്ട് നദനിലൂടെ ചോദിച്ചു, സാക്ഷാൽ ഇസ്രായേലിൻ ഇവൻ കപടമില്ല. പുള്ളി ചോദിച്ചു, എന്നെ എപ്പോഴാ അറിയുന്നത്? യേശു ആമച്ചനുണ്ട്. ഇന്ന് രാത്രി യേശു ചിലരെ കാണുന്നുണ്ട്. മാതാപിതാക്കൾ, കുടുംബക്കാരും അയലത്തുകാരും ഈ ഭൂമിയിൽ പലരും നിന്നെ കാണുന്നില്ല. കൊച്ചു കുഞ്ഞുപദേശിയുടെ ഭാഷയെ പറഞ്ഞാൽ കണ്ണും കാണാതെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നിന്നെ കാണുന്ന ഒരുവനുണ്ട്, നിന്നെ നോക്കിയിരിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ പ്രതീക്ഷിക്കുന്ന ഒരുവനുണ്ട്. ആ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോട്, ആത്മതപനത്തോട് അടുത്തുവാ, യേശുവിന്റെ അടുക്കവാ. യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. അതാണ് 1-ാം അധ്യായം കണ്ടെത്തലുകളുടെ അധ്യായം. 2-ാം അധ്യായം കല്യാണ വീടാ. യേശുവിനെ ക്ഷണിച്ചു. കണ്ടെത്തിയ ചതിരെ പോയാ പോരാ.
യേശുവിനെ ക്ഷണിക്കണം. ക്ഷണിച്ചാൽ വീടടക്കം ആനന്ദിക്കും. നിന്റെ കുടുംബത്തെ അരാജകത്വവും തകർച്ചയും പാളിച്ചകളും അലോഗ്യവും പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ തകർച്ചകളും മാറും യേശുവിനെ നീ ക്ഷണിച്ചാൽ. ഇന്ന് രാത്രി നിന്റെ വീട്ടിലേക്ക് യേശുവിനെ ബോർഡ് കൊണ്ടടിച്ച് 2 ആണിയെ വെച്ചാൽ പോരാ, യേശു ജീവിതത്തിലോട്ട് വരണം. ബോർഡ് എല്ലായിടത്തും കിട്ടും. പെരുന്നാളിന് പോയാലും 2 ബോർഡ് കിട്ടും, 2 ആണിയുടെ ഇതുള്ളു, 2 അടിച്ച് അവിടെ യേശു തൂങ്ങിക്കിടക്കുക. അതൊന്നുമല്ല യേശു. ഇന്ന് രാത്രി നിന്റെ വീട്ടിലോട്ട് യേശുവിനെ ക്ഷണിക്കുക. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോലോമസിനോട് സംസാരിക്കുക. പ്രമാണിക സന്നിധി സംഘത്തിലെ അംഗമായിരുന്നെന്നൊക്കെയാ. ന്യായപ്രമാണം നമുക്ക് നല്ലതുപോലെ അറിയാം. ഇദ്ദേഹത്തിന് പ്രമാണമെല്ലാം നല്ലതുപോലെ അറിയാം. പക്ഷെ രാത്രിയിലാണ് വന്നത്. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഇനിയും രാത്രി വരാൻ 2 കാര്യമാണ്. ഒന്ന്, മറ്റുള്ളവർ കണ്ട നാണക്കേടാ. ചോദിക്കല്ലേ എവിടെ പോയാ? ഓ, ഞാൻ ഇവിടം വരെ ഒന്ന് പോയെന്നുള്ളു. എവിടെ? ഓ, എൻ്റെ ഇവിടം വരെ. യോഗത്തിന് വന്നാന്ന് പറയാൻ ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ പണ്ടൊരാൾ യോഗത്തിന് വന്ന പുള്ളി ഒരു പാവത്താന, സാധുവാ, പരമാർത്ഥിയാ. പുള്ളി അവിടെ വന്നു. യോഗത്തിന് വന്നപ്പോൾ പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ഒരു ബന്ധു വിളിച്ച് ചോദിച്ചു, ഞായറാഴ്ച എവിടെ ആയിരുന്നു? ഇവിടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു. എന്നിട്ട് തിരുവല്ല ഹെബ്രോൻ ചർച്ച് ഇരിക്കുന്ന കണ്ടല്ലോ, വീഡിയോ ഉണ്ടായിരുന്നു. പാവത്ത ഒരു പരമാർത്ഥിയാ. അപ്പം ചിലക്ക് നാണക്കേടാ ഇത് പറയാൻ. എന്നാൽ നിക്കോലോമസ് 2 കാരണം കൊണ്ടായിരിക്കാം രാത്രി വന്നത്. ഒന്ന്, മറ്റുള്ളവർ കണ്ടതിൽ പരീക്ഷ പ്രമാണിയല്ലേ, അപ്പം നാണക്കേടായിരിക്കും. 2, ചിലപ്പോൾ ചിന്തിച്ച് കാണും, ഈ പകലെല്ലാം ഭയങ്കര തെള്ളു ആളുവാ യേശുവിനെടുക്കൽ, എന്നാൽ ആളെല്ലാം ഒഴിഞ്ഞ സമയത്ത് ചെല്ല. ഈ 2 കാരണമാകാൻ ആ സാധ്യത. എന്തു ആയിക്കോട്ടെ, ഏതായാലും രാത്രി വന്നു. ആ മനുഷ്യനോട് യേശു സംഭാഷിക്കുന്ന സംഭാഷണ പരമ്പര അതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. വീണ്ടും ജനിക്കണം, അതാ പ്രധാനപ്പെട്ട വിഷയം. ആ കാര്യത്തെപ്പറ്റി യേശു അദ്ദേഹത്തോട് പറഞ്ഞു, വീണ്ടും ജനനം. അത് പറഞ്ഞതിന് ശേഷം കർത്താവ് മനുഷ്യപുത്രനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം. ഈ വിഷയം തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ വായിച്ച കുറുവാക്യം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചു. 3:14. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ പിച്ചള സർപ്പത്തെ, അവിടെ സർപ്പത്തന്നേ ഉള്ളൂ. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ പിച്ചള സർപ്പം വന്ന താമ്ര സർപ്പം. അപ്പോൾ മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഇതിന്റെ പശ്ചാത്തല ഭാഗം വേറെ പുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം. വായിക്കുന്ന, ധ്യാനിക്കുന്ന, പ്രസംഗം കേൾക്കുന്ന, പ്രസംഗിക്കുന്നവർക്ക് നന്നായിട്ടറിയാം ഇതിന്റെ സംഭവ പരമ്പര. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നാം വേറെ പുസ്തകത്തിൽ ആദ്യം കാണുന്നത്. വായിച്ചേ, സംഖ്യാപുസ്തകം 21-ന്റെ 4 മുതൽ താഴോട്ട്. പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിന് മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. അടുത്ത വാക്യം. അപ്പോൾ യഹോവ ജനത്തിനിടയിൽ അഗ്നി സർപ്പത്തെ അയച്ചു. എന്നാലും കുഴപ്പമില്ലൊക്കെ, ഞാൻ തിരുത്തിക്കോളാം. എന്നാലും പെട്ടെന്ന് വായിച്ചു തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നിങ്ങൾ ആരും ചിരിക്കുമെന്നും വേണ്ട, പാവം വായിക്കുന്നുണ്ടല്ലോ. ജനത്തെ കടിച്ചു. അടുത്തത് കുറച്ചു നേരമായിട്ട് കടിക്കുകയാണല്ലോ. ബാക്കി വായിക്കേ. വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. മതി. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് അരാമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഇവര് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന് വിരോധമായിട്ട് സംസാരിച്ചു. വിരോധമായിട്ട് സംസാരിച്ച വിഷയം ഇതാ, ഇവര് മന്നക്കെതിരെയാ പിറുപിറുത്തത്. മന്ന, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പ. മന്ന എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് ദൈവ സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഭക്ഷണമാ മന്ന. മന്നയെ പറ്റി നിങ്ങൾക്കറിയാം, 3 സ്ഥലത്താ. പുറപ്പാട് 16:31, സംഖ്യ 11:8, ഇപ്പം വായിച്ച സംഖ്യ 21:4. ഇവിടെ 3 ഭാഗത്തും എടുത്തു വായിപ്പിക്കുന്നില്ല, 3 പ്രയോഗങ്ങളാ. പ്രാരംഭത്തിൽ പുറപ്പാട് 16:31 വായിക്കുന്നത് തേൻ ചേർത്ത ദോശ പോലെ. സംഖ്യാപുസ്തകം 11:8 വായിക്കുന്നത് എണ്ണ ചേർത്ത
ദോശ പോലെ. സംഖ്യ 21:4 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആമൻ സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാ. അപ്പോൾ ഇതിന്റെ 3 രീതിയായി ഇവരിവിടെ പറയുന്നത്. എല്ലാം ഇവർ പറയാ പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ, പിന്നെ പറയാ എണ്ണ ചേർത്ത ദോശ, ഒടി പറയോ സാരമില്ലാത്ത ആകാരം വെറുപ്പാണ്. ഒരു കാര്യം പറയാ, മന്നയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല, കുഴപ്പം എനിക്കും നിങ്ങൾക്കുമാ. മന്ന ക്രിസ്തുവിന് നിഴല, യേശു ക്രിസ്തുവിന് നിഴലാണ് ഈ മന്ന. 1-2 തെളിവ്. കാരണം ഇത് ക്രിസ്തുവിന് നിഴലാന്ന് പറയാൻ കാര്യം, ഒന്ന്, ഇത് ഉയരത്തിൽ നിന്ന് വീണതാ മന്ന. അങ്ങനെയാണല്ലോ പുസ്തകം പഠിപ്പിക്കുന്നത്. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അപ്പോൾ ഇത് വന്നത് എവിടാന്ന് വെച്ചാൽ മുകളിൽ നിന്നാ വന്നത്. അങ്ങനെയെങ്കിൽ മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകാനൊക്കെ ഒരുങ്ങിയ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗം മക്കൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. നിന്ദകളും പഴികളും രുചികളും സഹിച്ച് നിന്ദിതനായവൻ കടന്നുപോയി, നിന്ദിതനായവൻ കടന്നുപോയി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മന്ന ക്രിസ്തുവിന് നിഴല. കാരണം ഒന്ന്, ഇത് മേളിൽ നിന്ന് വന്ന മന്ന, എല്ലാ ഭാഗവും എടുക്കുന്നില്ല, എടുത്ത വാക്യത്തോടും കൂട് പുലർത്തണമല്ലോ. 2, ഈ മന്നയുടെ പ്രത്യേകത ചെറുതാ, കൊത്തമ്പാലരി പോലെ ചെറുതാ, ഏതാണ്ട് കൊത്തമല്ലി പോലെ വലിപ്പം ചെറുത്. അത് വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ താണിറങ്ങി ചെറുതായിട്ട് വന്നതിന് നിഴല. ഈ കാണുന്ന അണ്ടകടാകം നമുക്ക് ബുദ്ധിക്കെത്താത്ത കാര്യമാണ് ദൈവം ചെയ്തു വെച്ചേക്കുന്നത്. നക്ഷത്രമൊക്കെ വാരി വെതറിയെന്ന കോടിക്കണക്കിനാ. ഇതുവരെ എല്ലാം ഒന്നും കണ്ടുപിടിച്ചിട്ടും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നക്ഷത്രം കാണും, എന്തോ മേളമാ, അമ്പരാനെല്ലാം കൂടെ വാരി വെതറിയിട്ടേക്കുക. ഒരുത്തന് ഇതുവരെ പലതും കണ്ടുപിടിച്ചിട്ടില്ല. സാറ് കൊടുത്തിരിക്കുന്ന പറയും, 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാറകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായി 60 കോടി എന്നറിയണം. അന്നെണ്ണിയപ്പോ 60 കോടി, ഇനിയും അതിന്റെ ഇരട്ടി കിടക്കുക. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. പൂവിലും മടങ്ങഴും ഭാവകൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരോടും 12 ലക്ഷാധികം അർക്കനും നേദിഷ്ടമാം 5 ലക്ഷം കോടികൾ മൈൽ ദൂരവേ ചരിക്കുന്നു. ഞാൻ ചൊല്ലുന്നില്ല. അപ്പൊ ഈ കാണുന്ന ഈ അണ്ടകടാകം ഉണ്ടല്ലോ, ബ്രഹ്മാണ്ടം, കോടിടാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, ത്രിനാണ്ടം എന്നൊക്കെയാ. അത് ഈ കാണുന്ന അണ്ടകടാകം മുഴുവൻ നിർമ്മിച്ച ദൈവം, വലിയവനായ ദൈവം. അതിലൊരു ചെറിയ ഗോളമാകുന്ന ഈ ഭൂമി, സൂര്യനെയൊക്കെ വെച്ച് നോക്കുമ്പം ചെറിയ ഒരു ഗോളം. ആ ഭൂമിയിൽ 4 സിംഹഭാഗവും വെള്ളം, കര കുറച്ചേ ഉള്ളൂ. ആ കരയിൽ തന്നെ ഒരു ചെറിയ പൊട്ടിന്റെ വലിപ്പമില്ല. പലസ്തീൻ നാട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കണം, ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം, യുദ്ധമെല്ലാം ഒതുങ്ങട്ടെ, ജനം വിടുതൽ പ്രാപിക്കട്ടെ. അപ്പൊ ചെറിയൊരു പൊട്ട്, ആ പൊട്ട് പോലിരിക്കുന്ന രാജ്യത്തിലെ ഒരു ചെറിയ ഗ്രാമം, സ്തോത്രം, നസറേത്ത്. ഒരു ചെറിയ ഭവനം, ആ ഭവനത്തിലെ എൻ്റെ ഭാഷ പറഞ്ഞ ഒരു മാന്യ സഹോദരി, 6 അടി പൊക്കം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല അമ്മയ്ക്ക്. ഇനി അത് പറഞ്ഞ് അമ്മയുടെ ആൾക്കാരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കാൻ വരരുത്. ഞങ്ങളുടെ അമ്മയ്ക്ക് താനെന്തോടോ 6 അടി പൊക്കം, 5.5 എടുത്തിന് 5.25 എത്രയിലും ആട്ടെ.
സാധാരണ ഓടയിലൊരു കണക്ക് 6 അടി ആയിക്കോട്ടെ. അമ്മയുടെ ഉദരം പഴയ കണക്കാ. പണ്ട് ആൾക്കാർ പറയും എല്ലാവരും ഒരു ചാൺ വയറിനുള്ള ജീവിതമല്ലേ, അപ്പം ഒരു ചാണ്. അതിന് അകത്ത് ഒരു ഗർഭപാത്രം, അതിനകത്ത് ഈ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ദൈവം ചെറുതായിട്ട് ഉരുവായി. എന്തിന്? എന്നെയും നിന്നെയും രക്ഷിക്കാൻ. ഇടയ്ക്ക് കയറി പറയാം, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച നമ്മുടെ ദൈവം ചെറുതായെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒന്ന് ചെറുതാകുന്നതിന് എന്നാ ബുദ്ധിമുട്ട്? ചിലരുടെ ഇരിപ്പും ഭാവവും നെകളോ ഒക്കെ കണ്ടാൽ ഈ പുള്ളിയെ പോലെ വേറൊരു പുള്ളി, സ്തോത്രം, അല്പം കഴിഞ്ഞ മാണ്ട പെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ. ഇതിനെ ഉള്ളു നമ്മൾ, നെകളിക്കരുത്. അപ്പോൾ മന്ന ചെറുതാ എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചതിനെയായി മന്ന കാണിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാം വിവരിക്കുന്നില്ല. ഇനി അടുത്തത് മന്ന കൂടാരവാതിൽ തുറന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വാതിക്ക കിടപ്പുണ്ട് മന്ന. നീ കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും തെക്കോട്ടും. അങ്ങോട്ടൊന്നും പോയാൽ കാണത്തില്ലെന്നാണല്ലോ പുസ്തകത്തിൽ എഴുതി വെച്ചെന്ന്. കിഴക്കോട്ട് ചെന്നാലും ഞാൻ കിഴക്കോട്ട് നോക്കി കണ്ടില്ല, പടിഞ്ഞാറോട്ട് നോക്കി കണ്ടില്ല, വടക്കോട്ട് നോക്കി അന്വേഷിച്ചു കണ്ടില്ല, തെക്കും കണ്ടില്ല. നീ എങ്ങോട്ട് പോ? വാതിക്ക കിടപ്പുണ്ട് മന്ന. കൂടാരവാതിൽ തുറന്ന് ചെല്ലുമ്പോൾ വാതിക്ക, രക്ഷ നിന്റെ സമീപത്താ. രക്ഷ തപ്പി എങ്ങോട്ടും പോകണ്ട, ഒന്നും കൊണ്ടുപോകുകയും വേണ്ട. വാതിക്ക കിടപ്പുണ്ട് രക്ഷ. ആ രക്ഷകൻ യേശു ക്രിസ്തുവാ. ഇത് സുപ്രസാദകാലമാണ്, ഇത് രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്ക്, യേശുവിനെ ഉള്ളത്തിലേക്കെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ഇതാണ് മന്ന. ആ മന്ന ഇവര് തിരസ്കരിച്ചു. മന്ന തിരസ്കരിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ദൈവം അഗ്നി സർപ്പത്തെ അയച്ചു. അഗ്നി സർപ്പം ഇവരെ കടിച്ചു. കടിച്ച് സർപ്പത്തിന്റെ കടിയേറ്റ് ഇവര് പെടുപെടുപെടാന്ന് മരിച്ചു വീഴുക. അപ്പോൾ ജനത്തിന് മനസ്സിലായി പരുവക്കേടാണ്. ഉടനെ ഇവര് മോശയോട് എന്ന് പറയുകയാ, യജമാനരെ ഞങ്ങൾ പാപം ചെയ്തു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പിറുപിറുത്തു, ഞങ്ങളെ രക്ഷിക്കണം. അവരേറ്റു പറഞ്ഞ് ഞങ്ങൾ പാപം ചെയ്തു. അപ്പോൾ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, പെട്ടെന്ന് ഒരു കൊടിമരത്തിൽ ഒരു താമ്രസർപ്പത്തെ ഉയർത്തണം. ആ താമ്രസർപ്പത്തെ നോക്കണം. ആര്? കടി കിട്ടിയവനെല്ലാം കടിയേക്കാതിരിക്കാനും, കടി കിട്ടിയവനെല്ലാം അങ്ങോട്ട് നോക്കിയാൽ നിനക്ക് രക്ഷ. ഇത് യേശുക്രിസ്തുവിനെ നിഴലായിട്ടാണ് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ല, ഈ താമ്രസർപ്പം, ആമ കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട താമ്രസർപ്പം ക്രിസ്തുവേശുവിനെ നിഴലായിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ പൊരുളാണ് ആമൻ, പൊരുളായ യേശു ക്രിസ്തു. അപ്പോൾ ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ പറയാം. താമ്രസർപ്പത്തെ പെട്ടെന്ന് പറഞ്ഞ് ആ കൃത്യസമയത്ത് തന്നെ മെസ്സേജ് നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുക. എല്ലാം വിവരിച്ച് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് മുതിരുന്നില്ല. ഈ താമ്രസർപ്പത്തിന്റെ ചില പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക. ഈ മോശ കൊടിമരത്തിൽ ഉയർത്തിയ താമ്രസർപ്പത്തിന് വിഷമില്ല. എന്നാൽ സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ കടിച്ച ആ സർപ്പത്തിന് വിഷമുണ്ട്. ഈ സർപ്പത്തെ പറ്റി ഈ മലയാളത്തിലൊരു ഭാഷയുണ്ടല്ലോ, പര്യായ പദങ്ങൾ. അതെല്ലാം സ്വഭാവം അനുസരിച്ചാ, എല്ലാം വിവരിക്കുന്നില്ല. സർപ്പത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സർപ്പമെന്നില്ല, പാമ്പെന്ന. ഇനി അതിന്റെ പര്യായങ്ങളാ. ഒന്ന് സരീസൃപം, അത് സർപ്പത്തിന്റെ പര്യായമാണ്, സരീസൃപം. 2 ഭുജങ്കേന്ദ്രൻ, അതും ഇതിന്റെ പര്യായ പദമാണ്. 3 തിരിയക്ക്, എല്ലാം വിവരിക്കുന്നില്ല. ഈ അമ്മയായിട്ട് പാമ്പ് സംസാരിച്ചു. ഏതമ്മ? നന്നായിട്ട് പറ. ഞാൻ പറയാറുണ്ട്, ഈ പാമ്പ് വന്നപ്പോൾ തള്ള അങ്ങ് ഒഴിഞ്ഞു മാറണമായിരുന്നു. കാരണം അമ്മാമ്മ എപ്പോഴും ഞാൻ പറയാം, അമ്മാമ്മ തോട്ടത്തിലെയാ. നമ്മൾ പറയാ തോട്ടത്തിലെ അമ്മാമ്മ തോട്ടത്തിലെയാ, പാമ്പോ കാട്ടിലെയാ. 3-1 വായിച്ചോ. എന്നെ നോക്കിയിരിക്കുക, അത് പെട്ടെന്ന് വായിച്ചതാ. മൈക്ക് എന്തിനാ കൈ തന്നേക്കുന്നേ? യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലം. അപ്പൊ പാമ്പ് കാട്ടിലെയാ, അമ്മാമ്മ തോട്ടത്തിലെയാ. അപ്പൊ ഈ അമ്മാമ്മയും കാട്ടിലെ പാമ്പും തോട്ടത്തിലെ അമ്മാമ്മയായിട്ട് മിസ് കോൾ വിടേണ്ട ഒരു കാര്യവും ഇല്ല. പാമ്പിന്റെ മെസ്സേജ് അമ്മാമ്മ വായിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പാമ്പിന് ലൈക്ക് അടിക്കേണ്ട ഒരു കാര്യവും മിണ്ടുന്നില്ല.
അതല്ലേ ഈ നാശക്കൊള്ളിയെല്ലാം വന്ന് കൂടിയത്. അവിടെ വിവരിക്കാം. അപ്പം ഇവർ തമ്മിൽ സംഭാഷിച്ചപ്പം രണ്ടുപേരോട് സംഭാഷിച്ചു. അപ്പൊ ചോദിച്ചു, എല്ലാം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? വാസ്തവമായി ഇപ്പൊ തള്ള പറഞ്ഞു, ആ ഉണ്ട്. ഇതാന്ന് തൊടുക പോലും വരുതെന്നാ അങ്ങനെ ദൈവം പറഞ്ഞല്ലോ. തള്ള കയ്യിൽ നിന്നിട്ടതാ. ഉടനെ ഈ പാമ്പ് പറഞ്ഞ്, കഴിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും, നിങ്ങൾ ദൈവത്തെ പോലാകും തള്ളേ, നിങ്ങളുടെ മുഖത്തെ പാടെല്ലാം മാറും, നിങ്ങൾ കുറച്ചുകൂടെ ചെറുപ്പം തോന്നും. ഇത് കേട്ടപ്പോൾ തള്ള ഇളകി. 70 തള്ളയോട് പറയാ 30 ആകുമെന്ന് പറഞ്ഞ ഇളകിയല്ലേ. ഇവരിളകി. ഇവനൊരു പ്രയോഗം പറഞ്ഞു. ഈ അമ്മ ചോദിച്ചു, എടാ നീ ഇത് തിന്നോ എന്ന് എന്നോട് പറയുന്നു, നീ ഇത് തിന്നിട്ടുണ്ടോ? പാമ്പിനോട് അമ്മ ചോദിച്ചെന്നാ, നീ ഇത് തിന്നിട്ടുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു പോലും, അതൊക്കെ സൈമൺ സാറ് കൊടുത്തിട്ടുണ്ട്, യവൻ പറഞ്ഞു പോലും, തള്ളേ ഇത് തിന്നേ പിന്നെ ഞങ്ങൾക്ക് ഈ സംസാരം ഒക്കെ ഉണ്ടായത്. നേരത്തെ ഇത്രയും സംസാരിക്കത്തില്ലായിരുന്നു. ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടമാനം. അപ്പൊ കൊടുത്തിരിക്കുന്ന തിരിയക്കാം എനിക്കിത്ര ശ്രേഷ്ഠത വരുത്തിയ വീര്യസൽഫലം. തിരിയക്കെന്ന് പറഞ്ഞാൽ ബലങ്ങനെ സഞ്ചരിക്കുന്ന തിരിയക്ക്. ഇത് കേട്ടപ്പോൾ ഈ ഫലം പറിച്ചു തന്നു. അപ്പോൾ പാമ്പിന് കൊടുത്ത പര്യായം തിരിയക്ക്, ഭുജംഗേന്ദ്രൻ, സരീസൃപം, പാമ്പ്, കൊരിന്ത്യ ലേഖനത്തിൽ സർപ്പം, വെളിപ്പാട് പുസ്തകത്തിൽ പഴയ പാമ്പ്. ഒരു കാര്യം പറയാ, ഈ പാമ്പിന് വിഷമുണ്ടായിരുന്നു. ആ ഹവ്വായിടൊക്കെ വന്ന പാമ്പിന് വിഷമാ. സംഖ്യാപുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കടിച്ച പാമ്പിന് വിഷമുണ്ട്. എന്നാൽ കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട പാമ്പിന് വിഷമില്ല. അത് യേശുക്രിസ്തുവിന് നിഴലാ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ പാപമില്ല. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശുക്രിസ്തു പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഹല്ലേലൂയ. ആ പാമ്പ് കടിച്ചപ്പോൾ വിഷം, ആ വിഷമാ, പല വിഷമാ. 1 മരണം, ആ വിഷം കയറി. 2 ശാപം, 3 രോഗം. സ്തോത്രം. ഈ വിഷമെല്ലാം മനുഷ്യവർഗത്തിൽ കയറ്റിയവനായി പാമ്പ്. എന്നാൽ അവൻ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിൽ ഒരു വിഷവുമില്ല. ഇത് യേശുക്രിസ്തുവിന്റെ നിഴല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് പാപമില്ല. യേശു പാപം ചെയ്തിട്ടില്ല. പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഇന്ന് രാത്രി പാപത്തിന്റെ വിഷമേറ്റ്, മരണകരമായ വിഷമേറ്റ് നിരാശകളുടെ പടികുടിയിൽ കിടക്കുന്ന നീ, ഏത് മതത്തിലും, ഏത് കുലത്തിലും, ഏത് കുടുംബത്തിലും, ഏത് നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, സാക്ഷാൽ ഉന്നതനാകുന്ന യേശുവിനെ നോക്കിയാൽ ഇന്ന് രാത്രി നിന്റെ പാപവും ശാപവും ദോഷവും നിന്റെ അരാജകത്വവും മാറിക്കിട്ടും. ഇന്ന് രാത്രി ആ കാൽവറുകിലേക്ക് കൺകളുയർത്ത്. ഞാൻ വാക്യങ്ങൾ എടുത്ത് വിസ്തരിച്ചു പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 1, ഈ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിന് വിഷമില്ല, ഒരു വിഷവുമില്ല. യേശു പരമവിശുദ്ധനാ. ഇതുപോലെ നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ. 4-5 പേര് സാക്ഷ്യം പ്രസ്താവിച്ച് നമുക്കറിയാം. സ്തോത്രം. മത്തായി സുവിശേഷം പഠിക്കുമ്പോൾ യൂദ ആദ്യം പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തം, പരിശുദ്ധനാ. മഹാപുരോഹിതനും പറഞ്ഞു, അയ്യോ ഞാൻ കുറ്റമില്ലാത്ത ഈ രക്തം, അതിൻ്റെ വിലയാകെ പൈസ ഞങ്ങൾക്ക്. അയാൾ എടുത്ത് ഊരോട്ടെറിഞ്ഞു. സ്തോത്രം. പീലാത്തോസിന്റെ ഭാര്യ ദർശനമുണ്ടായിട്ട് വന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. പീലാത്തോസ് ഒടുവിൽ വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ശതാധിപൻ ഈ സംഭവങ്ങളെല്ലാം കൂടെ കണ്ടു. ഏതാ? കർത്താവിൻ്റെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, പാരിടമിളകി, ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് 2ആയിട്ട് ചിന്തി, കല്ലറകൾ തുറന്നു, മരിച്ചവരെല്ലാം ഉയർത്ത് നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ആകെ പ്രശ്നം. അപ്പോൾ ശതാധിപനും കണ്ടേച്ച് പറഞ്ഞു, അയ്യോ വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനും ദൈവപുത്രനും. പാറ പിളർന്നു, പാരിളകന്നു, പാവനമൃതുരുയിരാർന്നുക. പാറ പിളർന്നു, പാരിളകന്നു, പാവനമൃതുരുയിരാർന്നുക. കിറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യനിരുണ്ടുപോൽ. കിറുകയായി
സുശീലയും തൻമൃതി നേരം സൂര്യനിരുണ്ടുപോയി. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. അത് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഒന്ന്, ഉയർത്തപ്പെട്ട താമര സർപ്പത്തിൽ വിഷമില്ല. യേശു പരിശുദ്ധനാ, യേശു ക്രിസ്തു വിശുദ്ധനാ. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനോട് തുലനം ചെയ്യാൻ ഒരുത്തനുമില്ല. ഇതുപോലെ ഉന്നതനായ സേട്ടനായ മഹിമയുള്ള മഹത്വമുള്ള ഒരുവനില്ല. അവിടുന്ന് ജീവനായകനാണ്, രക്ഷാനായകനാണ്, പ്രൈസ് വിശ്വാസത്തിന്റെ നായകനാ. അവനോട് കിടപിടിക്കാൻ തുലനം ചെയ്യുവാൻ ഒരുത്തനുമില്ല. പാപമില്ലാത്ത വേഷമില്ലാത്ത താമര സർപ്പം. രണ്ട് കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. അതിന് സമയം അനുവദിക്കുന്നുള്ളു. ഞാനൊരു 5-10 കാര്യം ചിന്തിക്കണമെന്ന് വിചാരിച്ചതാ, എങ്കിലും ആവശ്യമുള്ളതൊക്കെ ദൈവം തരുന്നുണ്ടല്ലോ. 2, എല്ലാ വാക്യങ്ങളും വെടിപ്പിക്കുന്നില്ല. താമ്രസർപ്പത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ താമ്രമെടുത്ത് ചുമ്മാ വെച്ചാൽ സർപ്പമാകുകയല്ല, നന്നായിട്ട് അടിച്ച് പണിയണം. ഇത് ഉരുക്കി അതെടുത്ത് തീക്കകത്തൂടെ കയറ്റിയിറക്കി ഉരുക്കി മയപ്പെടുത്തി അടിച്ചടിച്ചടിച്ചടിച്ച് പണിതെങ്കില് സർപ്പത്തിന്റെ ക്ഷയിപ്പ് വരൂ. എന്തിനെ കാണിക്കുന്നു? ഒരുവൻ നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു. ഗനസമനെ വെച്ച് അവിടുന്ന് പിടിച്ച് അവിടെ മുതൽ ഇതിനെ അടിക്കാൻ തുടങ്ങി. സ്തോത്രം. ഗനസമന മുതലേ അടിക്കാൻ തുടങ്ങി. വന്നവനെല്ലാം കയറി അടിക്കുക, ചുമ്മാ പോയവനും കയറി അടിക്കുക. മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്തു. ആമ കണ്ണ് മൂടിക്കെട്ടി അവിടത്തെ കന്നത്തടിച്ചു. എന്തിനാണെന്നറിയാമോ? രൂപപ്പെട്ടു വരാൻ. എന്തിനാ രൂപപ്പെട്ടു വരുന്നത്? പാപത്തിന്റെ കടിയേറ്റവൻ അങ്ങോട്ട് നോക്കിയാൽ നിനക്ക് രക്ഷയാ. അടിച്ചടിച്ചടിച്ചടിച്ച് ഈ രൂപത്തിലാക്കി എടുക്കുക. ദൈവത്തിന് മഹത്വം. ആമേൻ. 6 കോടതി മാറി മാറി വിസ്തരിച്ചു. അവിടുത്തെ കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിച്ചു. ചാട്ടവാറ് കൊണ്ട് അടിച്ച് ചാട്ട പറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞു പോരുകയാ. സങ്കീർത്തനക്കാരൻ പ്രവചനാത്മാവി പാടി അവിടുത്തെ മുതുക ഉടവുചാല് പോലെ നീളത്തിൽ കീറി. യെശയ്യാ പ്രവാചകൻ പ്രവചന കുന്നിക്കേറി പറഞ്ഞു, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? എനിക്ക് നിനക്ക് രൂപമുണ്ടാകുവാൻ, എനിക്ക് നിനക്ക് ക്ഷയിപ്പുണ്ടാകുവാൻ, എനിക്ക് നിനക്ക് രക്ഷ വരുത്തുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു. അനേകം കാളകൾ അവിടുത്തെ വളഞ്ഞു. ബാശാൻ കൂറ്റന്മാർ ബുബുശയോനെ അലറുന്ന സിംഹം പോലെ വട്ടമിട്ട് വളഞ്ഞ് അവിടുത്തെ പീഡിപ്പിച്ച് അടിച്ച് ഉപദ്രവിച്ച് മുൾക്കിരീടധാരിയായി മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് വേച്ചും വിറച്ചും അവൻ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുവൻ അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ആ ഉയർത്തപ്പെട്ടവനെ നോക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ വരിക. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്താം. വിശദീകരിക്കണമെന്നുണ്ടെങ്കിലും ഞാനങ്ങ് നിർത്തുക. 1, മോശ ഉയർത്തിയ സർപ്പത്തിന് വിഷമില്ല. 2, അടിച്ചും പീഡകളും തീച്ചൂളക്കകത്തൂടെ പോയ അത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. 3, ഈ സർപ്പത്തിന്റെ പ്രത്യേകത, കടിയേറ്റ എല്ലാവർക്കും കൂടെ ഒരേ ഒരു സർപ്പമാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇല്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനേ ഉള്ളൂ. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ യേശു ക്രിസ്തുവിനെ ആര് രക്ഷിതാവായി സ്വീകരിക്കും അവർക്ക് രക്ഷയാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. ബാക്കി ഭാഗം ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചാട്ടെ. ഒരു കാര്യം ഉടങ്ങ് എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്ത് ചാകാത്ത പുഴുവും കെടാത്ത ദൈവമുണ്ട്. പാടി പ്രാർത്ഥിച്ചാലും നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. അതിന് ചെയ്യേണ്ട കാര്യവും കൂടെ പറയാം. 1, രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. 3, ആത്മസ്നാനം പ്രാപിക്കണം. വേർപാട് പാലിക്കണം. തിരുമേശി എടുക്കണം. കൂട്ടായ്മ ആചരിക്കണം. പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആമേൻ കർത്താവിൻ്റെ വചനപ്രകാരം വേർപാട് പാലിച്ച് ജീവിച്ചാൽ നമുക്ക് ആ നിത്യതയിലെത്താം.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം അതിന് സാവകാശം ഒരുക്കട്ടെ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നമുക്ക് ക്രിസ്തുയേശുവിനെ ഉയർത്താം. യേശുക്രിസ്തു രക്ഷിക്കുന്നവൻ, യേശുക്രിസ്തു വിടുവിക്കുന്നവൻ, യേശുക്രിസ്തു സൗഖ്യമാക്കുന്നവൻ, യേശുക്രിസ്തു സമാധാനം നൽകുക. ക്രിസ്തു നമ്മുടെ സമാധാനം. ആ ക്രിസ്തുവിനെ